ഹലോ മുത്തുമണീസ്. അപ്പം നമ്മൾക്കൊരു ചിക്കൻ മധുപൂത്ത് എളുപ്പത്തിൽ വെക്കാമെന്ന് വെച്ചാലോ. 2 കിലോ ചിക്കനും 1 കിലോ ബസ്മതി റൈസും. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. പാൻ ചൂടായി നമ്മൾ അങ്ങോട്ട് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു കേട്ടാ. പിന്നെ അതേ പട്ട, കരയാമ്പോ, ഏലക്കായ, തക്കോലം ഇവയെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുത്തു, അരച്ച് വെച്ചിരുന്നു മിക്സിയിൽ കേട്ടാ. പിന്നെ ഇതേ 3 വലിയ സബോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 3 സബോള, 3 തക്കാളി നമ്മളിങ്ങനെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ പച്ചമണം മാറുമ്പോൾ കേട്ടോ. അതിന് ശേഷം നമ്മൾ അറബിക് മസാല ഇട്ട് കൊടുത്തു കേട്ടോ. അറബിക് മസാലയും ഇട്ട് നല്ലൊന്ന് വഴട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് നമ്മളൊന്ന് ഉടച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ ഫ്രോക്ക് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ഹോളാക്കി കൊടുത്തിരുന്നു, എരിവും ഇതൊക്കെ പിടിക്കാനായിട്ടിട്ടാണ്. അപ്പം ഇത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേവാനിടുക. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. തക്കാളി, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ഇട്ടൊന്ന് മിക്സിയിൽ ഒരു ചുറ്റിൽ അങ്ങോട്ട് ചുറ്റിരിക്കാം. ചമ്മന്തി റെഡി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ വെന്ത് പാകമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ചിക്കൻ വേവാൻ. അപ്പോഴേക്കിൻ്റെ നമ്മുടെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ലെമൺ. അപ്പോൾ ഇതെല്ലാം ഒരുവിധം വലിയ പീസായിട്ട് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെന്ത് ഉടഞ്ഞു പോകും. അതിന് ശേഷം നമ്മളിത് കഴുകി വാരി വെച്ചിരുന്ന 20 മിനിറ്റ് നേരം കുതിർത്തി വെച്ചിരുന്ന അരി ഉണ്ടായിരുന്നു. 4 ഗ്ലാസ് അരിക്ക് 6.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് അരി ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ പണിയുള്ള. അലങ്കാരത്തിന് നമുക്ക് ക്യാരറ്റും ഉണക്കമുന്തിരിയും വറുത്ത് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ഇടാം. പിന്നെ മുന്തിരി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ ചോറ് സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി, ആപ്പിൾ സലാഡ്, നാരങ്ങ അച്ചാർ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റ് മാസ്റ്റർ കഴിച്ചു തുടങ്ങി. റൊമാൻസിനൊട്ടും കുറവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അതിനിങ്ങോട്ട് നോക്കണം.